ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട്ടത്തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരി മൃതം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ദാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 15-ാം അധ്യായം, അതിൽ 37-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഭഗവാൻ സ്വസ്ഥാനത്തേക്ക് പോയ മുതൽ കലി ആരംഭിച്ചു എന്നാണ്. യഥാ മുകുന്ദോ ഭഗവാനിമാം മഹിം ജഹൂ സ്വതന്വ തൻ്റെ ശരീരം ഇവിടെ നിന്ന് ഉപസംഹരിച്ചു. 5000 ചില്ലാനം കൊല്ലമായി കലി ആരംഭിച്ചിട്ട്. ഇത്രയേ ഉള്ളൂ, ഇനി എത്രയോ വർഷം മുന്നോട്ട് പോകാനുണ്ട്. 5000 ചില്ലാനം ലക്ഷക്കണക്കിന് കൊല്ലമാണ് കലിയുഗം. ഇപ്പം തന്നെ ഇത്ര അസഹനീയായിച്ചാൽ ഇനി കുറച്ചും കൂടി പോയാൽ ഇവിടുത്തെ ജീവിതം എന്താവും? ആ കലി മൂത്താൽ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പറയണത്. ഇപ്പം കലി അന്വവർത്തത. പക്ഷേ കലി ആരിൽ അന്വവർത്തിച്ചു? അപ്രതിബുദ്ധ ചേതസ്സുകളിൽ. പ്രബുദ്ധത ഇല്ലാത്തവരെട്ടോ കലി ബാധിക്കുള്ളൂ. പ്രബുദ്ധത ഉള്ളവരെ കലി ബാധിക്കില്ല എന്നാണ്. പ്രബുദ്ധത തന്നെ കലിക്ക് വിരോധമാണ്. എവിടെ മന്ദബുദ്ധിയായിട്ട് ആ ജ്ഞാനം മറയ്ക്കപ്പെടുന്നുവോ അതാണ് കലി എന്ന് തന്നെ ഒരു വ്യാഖ്യാനം തന്നെയുണ്ട്. കാലമല്ല എന്ന്, അവസ്ഥയാണ് കലി എന്ന്. അപ്പോൾ എവിടെ അപ്രതിബുദ്ധ ചേതസ്സുകൾ അവരിൽ കലി ബാധിക്കും, പ്രതിബുദ്ധ ചേതസ്സുകളെ ബാധിക്കില്ല. ഭക്തി ഉണ്ടാവുക, അറിവുണ്ടാവുക, വിനയം ഉണ്ടാവുക, ഇവിടെയൊന്നും കലി വരില്ല എന്നാണ് കേട്ടോ. യുധിഷ്ഠിരത്തത് പരിസർപ്പണം ബുധ പുരേചരാട്ടേജ ഗൃഹേതദാത്മന വിഭാവലോഭ ആനൃത ജിംഘ കിംസനാത്. എന്തൊക്കെയാണ് ആ കലിയുടെ ലക്ഷണം? ലോഭം. ഇത്ര കിട്ടിയാലും മതിയാവായ, ഉള്ളതിൽ തൃപ്തി ഉണ്ടാവല് നല്ല ലക്ഷണമാണ്. കൃതയുഗത്തിലൊക്കെ അതുണ്ടാവുന്ന. ആനൃതം, നുണ പറയാൻ യാതൊരു മടിയില്ല. നുണ പറയുക, അസത്യം പറയുക. അസത്യക്കാരെ ഒരിക്കലും വിശ്വസിച്ചുകൂടാന്നാണ്. കാരണം സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ആ ഈശ്വരനെ നിഷേധിക്കലാണ് ഏറ്റവും വലിയ അസത്യം എന്ന് പറയുന്നത്. സത്യം പറയുന്ന ഒരാൾ എത്ര ഈശ്വര ചിന്ത ചെയ്തിട്ടും കാര്യമില്ല. കാരണം അവൻ ഈശ്വരനെ അസത്യത്തിൽ കൂടെ നിഷേധിക്കണു. ഇപ്പുറത്ത് കൂടെ നാമം ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? സത്യം പരം ധീമഹി. ഭാഗവതം തുടങ്ങുന്നത് തന്നെ സത്യത്തിലാണ്. എന്ത് ഇതായാലും സത്യം തുറന്ന് പറയുക. വരണത് വരട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ ആനൃതം. പിന്നെ ജിംഘ ഹിംസനാത്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഒരു മടി ഉണ്ടാവാണ്ടിരിക്കുക. ഒരാളെ കൊന്നാലാ തൻ്റെ കാര്യം നടക്കുക വെച്ചാൽ നിഷ്പ്രയാസം കൊല്ലിക്കുക. ഹിംസനാത്. അധർമ്മചക്രം. പ്രകാരത്തിലുള്ള അധർമ്മചക്രം ഗമനായ പര്യതാത്. കണ്ടിട്ട് വിഭാവ്യ, മനസ്സിൽ സങ്കല്പിച്ചിട്ട് എന്ത് ചെയ്തു? ഇനി തൻ്റെ ഈ ഭരണവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് വിചാരിച്ച് മകന് പരീക്ഷത്തിന് രാജ്യം കൊടുത്തു. മകൻ കലിയായിട്ട് കെട്ടുപണഞ്ഞോട്ടേ എന്നല്ല, അദ്ദേഹം കലിയെ ഒതുക്കുന്നുണ്ട് പരീക്ഷത്ത്. എന്തായാലും തൻ്റെ കാലം കഴിഞ്ഞു. പിന്നെ ഇപ്പം എന്തിനാ ഇപ്പം ഈ പ്രപഞ്ച ദുരിതങ്ങൾ അനുഭവിക്കണം? കാലം കഴിയോളം ഇപ്പം നിർത്തിയില്ലല്ലോ. കാലം കഴിയോളം നിർത്തിയില്ല. അപ്പം അത് കഴിഞ്ഞിരിക്കണോ ഏകദേശം. പ്രായമൊക്കെ ആയി, കുറേ ഭരണമൊക്കെ ആയി. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭരണം അല്ലാണ്ട് കലിയും മകനുമായിട്ട് കെട്ടി മറിഞ്ഞോട്ടയിച്ചിട്ടല്ല കേട്ടോ. സ്വരാട് പൗത്രം വിനയിനം ആത്മന സുസമം ഗുണൈഹി. തനിക്ക് തുല്യമായ ഗുണങ്ങളുള്ള പുത്രൻ വലിയൊരു കാര്യമാണ്. ഈ അച്ഛൻ്റെ ഗുണങ്ങൾ അതേപോലെ പുത്രനുണ്ടാവുക അല്ലേ? സ്വരാട് പൗത്രം. ആ ചക്രവർത്തി പൗത്രം, പരീക്ഷിത്ത് ധർമ്മപുത്രയുടെ പൗത്രനാണ് കേട്ടോ, പുത്രനല്ല. പൗത്രം എന്നാണ് ഇവിടെ പറഞ്ഞത്. പൗത്രം എന്ന് പറഞ്ഞാൽ മകൻ്റെ മകനാണ് പരീക്ഷിത്ത്. ധർമ്മപുത്രരുടെ അനുജൻ അർജുനൻ, അർജുനൻ്റെ മകൻ അഭിമന്യു, അഭിമന്യുവിൻ്റെയും മകനാണ് പരീക്ഷിത്ത്. അപ്പോൾ സത്യത്തിൽ അനുജൻ്റെ പൗത്രൻ എന്ന് പറയണം. പൗത്രൻ എന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് ശ്ലോകത്തിന് സൗകര്യത്തിന് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. തൻ്റെ പൗത്രനല്ല.
അനുജൻ്റെ പൗത്രനാണ്, അർജുനൻ്റെ പൗത്രനാണ്. പൗത്രം വിനയനം ആത്മന സുസമം ഗുണൈ, തനിക്കനുസരിച്ചിട്ടുള്ള ഗുണമുള്ള അനുജപുത്രനെ ഭാരം ഏൽപ്പിച്ചു. തോയ നീവ്യാപതിം ഭൂമേരഭ്യഷിഞ്ചൽ ഗജാഹ്വയെ. ഗജാഹ്വയം ഇന്ദ്രപ്രസ്ഥം. അസ്തിനാപുരം. ആ ഹസ്തിനാപുരത്തിൽ അഭിഷേകം ചെയ്തു. ഭൂമി എന്നുള്ളതിന് അവിടെ പ്രയോഗിച്ചിരിക്കുകയാണ് തോയ നീവ്യാപതിം എന്ന്. അതൊരു വിശേഷണമാണ് ഭൂമിയുടെ ശേഷണം എന്താ? ഏതുവരെ ഭൂമിയുണ്ട്? ഭൂമിയുടെ അതിർത്തി എവിടെയാണ്? സമുദ്രം തുടങ്ങണ ദിക്കിൽ അവിടെയാണല്ലോ ഭൂമി അവസാനിക്കുക. അപ്പോൾ ഇവിടെ തോയം എന്ന് പറഞ്ഞാൽ വെള്ളം, നീവ്യ അതിനാൽ ആച്ഛാദിക്കപ്പെട്ട എന്നാണ് ഇവിടെ വാക്ക്. ആച്ഛാദിക്കപ്പെട്ട. തോയ നീവ്യ, നീവി വസ്ത്രം എന്ന് പറയാം, മറയ്ക്കൽ എന്ന് പറയാം. വെള്ളം കൊണ്ട് മറച്ച ഭൂമി, അങ്ങനെ ഒരു ഭൂമി ഉണ്ടോ? വെള്ളം കൊണ്ടാണ് അത്ര ഭൂമിയെ മറച്ചിരിക്കുന്നത്. അങ്ങനെയാണല്ലോ വരിക. ഭൂമിയുടെ മുകളിലല്ലേ വെള്ളം നിൽക്കണം, അപ്പോൾ ഭൂമിയെ മറയ്ക്കുകയാണല്ലോ. അതൊക്കെ ഒരു വിശേഷണം അത്രയേ ഉള്ളൂ. വെള്ളത്താൽ ആച്ഛാദിക്കപ്പെട്ടതായ, എന്താ മറ്റൊക്കെ ഒന്നുകൊണ്ടും ആച്ഛാദിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല. ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ളത് വെള്ളമാണ് അല്ലേ? 3/4 ഭാഗം വെള്ളം, 1/4 ഭാഗം കര. നമ്മളിതാണല്ലോ പഠിച്ചത് സോഷ്യൽ സ്റ്റഡീസിൽ. 1/4 ഭാഗം വെള്ളം, 1/4 ഭാഗം കര. അപ്പം അധികവും വെള്ളം കൊണ്ട് മൂടിയതായിട്ടുള്ള ഭൂമിയെ ഭൂമിയെ ഭരിക്കാൻ ഗജാഹ്വയെ അസ്തിനാപുരത്തിൽ പരീക്ഷത്തിനെ അഭിഷേകം ചെയ്തു, രാജാവാക്കി. അനുജപൗത്രനാണ് പരീക്ഷിത്ത്. മധുരായാം തഥാം വജ്രം ശൂരസേന പതിം തഥാ പ്രാജാപത്യാം നിരൂപേഷ്ടിം അഗ്നീൻ അഭിപതീശ്വര. തഥാ അപ്രകാരം വജ്രനെ ശൂരസേനപതി, ശൂരസേന രാജാവായിട്ട്. ശൂരസേനാണ് ഈ മധുരയിലത്തെ രാജാവിൻ്റെ ആദ്യത്തെ തുടക്കം. ശൂരസേന രാജാവ്, ശൂരസേന രാജ്യം എന്നാണ്. അവിടെയാണ് ശൗരി എന്ന് ഭഗവാന് പേര് വന്നത്. ശൂരസേനൻ്റെ പുത്രൻ വസുദേവൻ, അങ്ങനെയുണ്ട് വരിക. മധുരായാം, മധുരയിൽ അഭിഷേകം ചെയ്തു. മധുരയിൽ ശൂരസേനനെ രാജാവാക്കി. തഥ അനന്തരം പ്രജാപതിയെ സംബന്ധിച്ചതായ ഈശ്വരകർമ്മ യാഗത്തെ ചെയ്തിട്ട് ഈശ്വര, സമർത്ഥനായ യുധിഷ്ഠിരൻ. ഇവിടെ ഈശ്വര എന്നുള്ള വാക്ക് ഈശ്വരൻ, യുധിഷ്ഠിരനാണ് ചേർത്തിരിക്കുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നുള്ള അർത്ഥത്തിൽ ഈശ്വരൻ എന്തു ചെയ്തു? അഗ്നികളെ തന്നിൽ ലയിപ്പിച്ചു. ശരീരത്തെ വിടാനുള്ള മാർഗത്തിൽ ആദ്യം ചെയ്യേണ്ടതാണ് അഗ്നിയെ ലയിപ്പിക്കുക. പിന്നെന്തൊക്കെയാണ് ലയിപ്പിക്കേണ്ടത്? അഗ്നി, ഭൂമി, വായു, വെള്ളം, ആകാശം. ഈ പഞ്ചഭൂതങ്ങളെ ശരീരത്തിൽ ലയിപ്പിക്കുമ്പോൾ ശരീരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ശരീരം ദഹിപ്പിക്കണം എന്ന് പ്രത്യേകം പറയാൻ കാരണം. മരിച്ചുപോയ അഗ്നിക്ക് കൊടുക്കുമ്പോഴാണ് അഗ്നി തത്വത്തെ അഗ്നിയിൽ ലയിപ്പിക്കാൻ പറ്റുള്ളൂ. ഭൂമിയിൽ ആണ് ദഹനം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭൂമിയിലേക്ക് ആക്കുന്നു. വായു കത്തുമ്പോൾ തന്നെ ആയിക്കോളൂല്ലോ. അപ്പോൾ ഭൂമി, വായു, വെള്ളം ഒരു പച്ചക്കുടത്തിൽ വെള്ളം പ്രദക്ഷിണം വെച്ച് കുടം പൊട്ടിക്കുക എന്നൊരു സംഭവമുണ്ട്. ദഹിപ്പിക്കുമ്പോൾ അത് വെള്ളത്തിലും ദഹിപ്പിച്ചു എന്നാണ്. വെള്ളത്തിനെ വെള്ളത്തിൽ ദഹിപ്പിച്ചു, അഗ്നിയെ അഗ്നിയിൽ ദഹിപ്പിച്ചു, ഭൂമിയെ ഭൂമിയിൽ ശരീരത്തിൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഭൂമിയുണ്ട് ശരീരത്തിൽ എന്നാണ്. ആ ഭൂമിയെ ഭൂമിയിൽ ലയിപ്പിക്കുക. ശരീരത്തിൽ അഗ്നി ഉണ്ട്, അതുകൊണ്ടാണ് കഴിച്ച ആഹാരം ദഹിക്കുന്നത്. ജഠരാഗ്നി എന്നാണ് ആയുർവേദത്തിൽ അതിന് പറയുക. അതില്ലെങ്കിൽ ദഹിക്കില്ല, കഴിച്ചത് അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അഗ്നിയുണ്ട്, വായുവുണ്ട്, ഒഴിഞ്ഞ സ്ഥലം ഉണ്ടല്ലോ ശരീരത്തിൽ. ആമാശയത്തിൽ ഭക്ഷണം ഇല്ല വെച്ചാൽ അവിടെ ഒഴിവാണ്. അപ്പോൾ വായുവും ഉണ്ട്. ഈ 5 ഭൂതങ്ങളെ 5 ഭൂതത്തിൽ ലയിപ്പിക്കുന്നതിലത്തെ ആദ്യത്തെ പ്രക്രിയയാണ് അഗ്നി അഭിപതീശ്വര. അഗ്നിയെ ലയിപ്പിക്കുക, കത്തിക്കുകയാണ് ആദ്യം ചെയ്യുക. എന്നിട്ടാണ് ബാക്കി 4 ഭൂതങ്ങളിൽ ലയിപ്പിക്കുക. ആകാശത്തിൽ ലയിപ്പിക്കണം. അത് തന്നെ ലയിച്ചോളും, ചെയ്യൊന്നും വേണ്ട. ആകാശത്തിൽ ലയിക്കുകയാണല്ലോ. ശരീരത്തിൻ്റെ ഉള്ളിലത്തെ ആകാശം
ഒഴിഞ്ഞ സ്ഥലം പുറത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്തോട് യോജിക്കുമ്പോൾ ആകാശതത്വത്തിൽ ലയിച്ചു എന്ന് പറയാം. മരിക്കണതിൻ്റെയും ശരീരം വെടിയണതിൻ്റെയും പ്രാരംഭമായിട്ട് അഗ്നിയിൽ ദഹിപ്പിച്ചു. വിസൃജ്യ തത്ര തർത്തലബന്ധുകൂല വലയാധികം നിർമ്മമോ നിരഹങ്കാര സംഛിന്നാശേഷബന്ധന. തത്ര ദുകൂല വലയാധികം, പട്ട വള മുതലായ തൻ്റെ ശരീരത്തിലത്തെ ഭൂഷണങ്ങളെ എല്ലാം സർവം ഉപേക്ഷിച്ചിട്ട് അയച്ചു വെച്ച് ഒന്നും ഇനി വേണ്ട, അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ, ഒക്കെ മാറ്റി എന്നർത്ഥം. അതാണ് യഥാർത്ഥത്തിൽ മരിക്കണം എന്നുള്ള തോന്നലുണ്ടായിട്ട് ശരീരത്തെ വെടിയുന്നവർക്ക് പിന്നെ ബന്ധം ഉണ്ടാവില്ല എന്നാണ്. അയ്യോ മരിക്കേണ്ടി വന്നല്ലോ എന്ന് വിചാരിച്ച് മരിക്കണവർക്കാണ് ശരീരമായിട്ട് ബന്ധം ഉണ്ടാവുക. വീണ്ടും ജനനവും സംസാര ദുഃഖവും അനുഭവിക്കേണ്ടി വരിക. അപ്പം മരിക്കാൻ ഒരുങ്ങാനുണ്ട് എന്നാണ്. ഒരുങ്ങി ഈ ശരീരത്തെ വിടുക. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് യാതൊരു പരിഭ്രമവും ഇല്ലാതെ ഈശ്വരചിന്തയിൽ നിർമ്മമ. ഈ ശരീരത്തിൽ ഇനി തനിക്ക് ഈ ലോകത്തിൽ യാതൊന്നും ഇല്ല. മമത ഉപേക്ഷിക്കുക. ഒരു വസ്തുവിനോടും തനിക്ക് ബന്ധമില്ല. ആണ് നിർമ്മമ. പല ആൾക്കാർക്കും പല കാര്യത്തിനോടും ബന്ധം ഉണ്ടാവും ഇല്ലേ? ചില ആൾക്കാർക്ക് കുറച്ച് ബന്ധമേ ഉണ്ടാവുള്ളൂ. ഇപ്പം രാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിന് ഈ പറഞ്ഞു കേട്ട കാര്യമാണ് ഉറപ്പാന്ന് പറയാൻ, ഈ ഭക്ഷണത്തിനോട് ലേശൊരു ആസക്തി ഉണ്ടായിരുന്നു എന്നാ. അപ്പോൾ ഈ അടുക്കളയിലൊക്കെ പോയി ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി നോക്കുക, ഒരു കഷ്ണം എടുത്ത് കഴിക്കുക, ഉപ്പ് നോക്കുക, അങ്ങനെ ഒരു സമ്പ്രദായം എന്താണെന്ന് വെച്ചിരിക്കണമെന്ന് അറിയാനുള്ളൊരു ഭക്ഷണം. അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നു പത്നിയോട്, ശാരദയോട്, ഞാൻ എപ്പോൾ ഈ ഭക്ഷണത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കുന്നുവോ അപ്പം ഞാൻ പോവാറായി എന്ന് നീ കണക്കാക്കണം. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കൊണ്ട് ചെന്നപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞ് കിടന്നു എന്നാണ്. ഭക്ഷണത്തിനോട് ആസക്തിയില്ല. അങ്ങനെ ശാരദാംബയുടെ കയ്യിൽ നിന്ന് ആ ഭക്ഷണ പാത്രം അങ്ങോട്ട് താഴത്തേക്ക് വീണു. കാരണം ദേവിക്ക് മനസ്സിലായി തൻ്റെ ഭർത്താവ് പോവുകയായി എന്ന്. പരിഭ്രമിച്ച് ആ ഭക്ഷണപാത്രം താഴെ ഇട്ടു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്, പുസ്തകങ്ങളിലൊക്കെ വന്നതാണ്. അപ്പോൾ ഏതിലും ആസക്തിയുള്ള ആൾക്കും മരണസമയത്ത് ആ ആസക്തി ഉണ്ടാവില്ല. ഒരു വിധമൊക്കെ അങ്ങനെ കാണാം എന്നാണ്. അപ്പോൾ ഈ ജീവികളടക്കം ഭക്ഷണം കഴിക്കില്ലല്ലോ. മരിക്കാറതിൻ്റെ 7 ദിവസം മുമ്പ് ആന കഴിക്കില്ല എന്ന് കേൾക്കാം. 3 ദിവസം മുമ്പ് ശ്വാക്കൾ ഒന്നും തിന്നില്ല എന്ന് കേൾക്കാം. കാരണം അവർക്ക് അവരുടെ മരണസമയം അറിയാമെന്നാണ്. മനുഷ്യർക്ക് എപ്പോഴും അറിയില്ല, ചിലർക്കറിയാം. അപ്പോൾ എല്ലാ ആസക്തിയും വിടും. ഏറ്റവും ആസക്തിയുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യില്ല. അപ്പം തീർച്ചയായിട്ടും അയാൾക്ക് ഈ ലോകം വിടാറായി. അതാണ് നിർമ്മമോ നിരഹങ്കാര. അഹങ്കാരമില്ല, തന്നെ എന്ത് ചീത്ത പറഞ്ഞാലും തിരിച്ചൊന്നും പറയില്ല. അഹങ്കാരമില്ല, താനാരും അല്ല എന്നുള്ള തോന്നൽ വന്നാൽ പിന്നെ തന്നെ പറഞ്ഞാൽ അപ്പം അതൊക്കെ സൂക്ഷിക്കപ്പെടേണ്ട കാര്യമാണ്. എന്ത് പറഞ്ഞാലും ഒരു റിയാക്ഷനും ഇല്ല. ചലി സംഛിന്ന ശേഷബന്ധന, എല്ലാ ബന്ധങ്ങളും ബന്ധിച്ചിട്ട്, ബന്ധനവും ഉപേക്ഷിച്ചിട്ട്, എല്ലാ ബന്ധനവും ഉപേക്ഷിച്ചിട്ട് പോവാൻ തയ്യാറായി. ആഭരണങ്ങൾ, ആടകൾ, ഭൂഷണങ്ങളൊക്കെ വേണ്ടാച്ചു. വിസൃജ്യ തത്ര തത് സർവം ദുകൂല വലയാധികം. ദുകൂലം വസ്ത്രം, വള, കിരീടം, പട്ട് ഒക്കെ ഉപേക്ഷിച്ച് നിർമ്മമോ നിരഹങ്കാര സംഛിന്നാശേഷബന്ധന, എല്ലാറ്റിൽ നിന്നും മുക്തായി പോവാൻ തയ്യാറായി. ഈ ആ പ്രക്രിയയെ പറയണ വാചൻ ജുഹാവ മനസ്സി തത് പ്രാണ ഇതരേചതം മൃത്യാവപാനം സോത്സർഗം തം പഞ്ചത്തെ ഹജോഹവീത്. വാക്കിനെ മനസ്സിൽ ഹോമിച്ചു. അതൊരു പ്രക്രിയയാണ്. മരണം വരുമ്പോൾ ഒക്കെ ഇങ്ങനെ പറയണേക്കാം. അത് പല ദിക്കിലും പറയും ഭാഗവതത്തിൽ. വാക്കിനെ മനസ്സിലും, മനസ്സിനെ പ്രാണനിലും, ആ പ്രാണനെ ഇതരത്തിലും, മനസ്സിനെ നാസികാദ്വാരത്തിൽ കൂടെ അടക്കി ലയിപ്പിക്കുക. അങ്ങനെയുള്ള പ്രക്രിയ. അപാനനെ മൃത്യുവിലും പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയിൽ ലയിപ്പിച്ചു. മരണപ്രക്രിയ ആരംഭിച്ചു. വാചൻ ജുഹാവ മനസ്സി തത് പ്രാണ ഇതരേചതം മൃത്യാവപാന സോത്സർഗം തം പഞ്ചത്തെ ഗജോകവീൻ. ശുത്വേ ഹുത്വാദ പഞ്ചത്വം തച്ചേകത്തെ ജുഹോത്മുനി സർവം ആത്മന്യ ജുഹവേ ബ്രഹ്മണ്യാത്മാനമവേ. അഥ അനന്തരം പഞ്ചത്വം, ശരീരത്തെ ഈ ഭാഷയിലൊക്കെ പഞ്ചത്വം എന്നാണ് പറയുക. പഞ്ചഭൂതങ്ങളുടെ സമ്മേളനമാണ് ശരീരം. ഭൂമി, വെള്ളം, വായു, ആകാശം. എന്നാൽ പഞ്ചത്വം ഗത എന്ന് പറഞ്ഞാൽ പഞ്ചത്വമായി എന്നാണ് അർത്ഥം.
ഒരാൾ മരിച്ചതിന് പഞ്ചത്വം ഗത എന്ന് പറയും സംസ്കൃതത്തിൽ. ഇന്നാൾ പഞ്ചത്വം ഗത എന്നാ പറയുക മരിച്ചു എന്നുള്ളതിന്. യഥാർത്ഥം അയാൾ പഞ്ചഭൂതമായിട്ട് മാറി, ഈ ശരീരം മാത്രമായിട്ട് മാറി, ജീവൻ ഇല്ല. അതിന് പറയണ വാക്കാണ് പഞ്ചത്വം ഗത. ഇന്നാൾ പഞ്ചത്വം ഗത എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു എന്നർത്ഥം. പഞ്ചത്വം ത്രിഗുണത്തിൽ ഹോമിച്ചിട്ട്, സാത്വിക രാജസ താമസത്തിൽ ഗുണങ്ങളെ പഞ്ചത്വത്തെ ഹോമിച്ചിട്ട്, തത് ഏകത്തെ മുനി അത് ഏകത്വത്തിൽ ഹോമിച്ചു. ഒക്കെ ആത്മീയ പ്രക്രിയകളാണ്. അപ്പം അങ്ങനെ വേഗമൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സർവം ആത്മനി യുഹുയാത്, ആത്മാവിനെ പരബ്രഹ്മത്തിൽ ലയിപ്പിച്ചിട്ട് ശരീരം വെടിയാൻ തയ്യാറായി എന്നർത്ഥം. ചീരവാസ നിരാഹാരോ ബദ്ധവാ മുക്തമൂർത്തജ ദർശയൻ ആത്മനോ രൂപം. ദർശയൻ പ്ലസ് ആത്മനോ ദർശയന്നാത്മനോ രൂപം. ജഡോന്മത്ത പിശാചവത്. നീള വാക്കൊക്കെ ഒന്നിച്ച് അനവേക്ഷമാണോ നിരകാർ അസുണ്ണൻ ബദിരോ യഥാ ഉദീജിം പ്രവേശാശാം ഗതപൂർവം മഹാത്മഭി ഹൃദി ബ്രഹ്മപരന്ധ്യായൻ ആവർത്തേത യഥോ ഗത. ചീരവാസ എന്ന് പറഞ്ഞാൽ മരവുരി, പിന്നെ താപസവേഷമാണ്. മരവുരി. നിരാഹാര, ആഹാരത്തെ ഉപേക്ഷിച്ചു. ബദ്ധവാക്, വാക്കിനെ അടക്കി, ഒന്നും പറയുന്നില്ല. മുക്തമൂർധജ, തലമുടി കെട്ടുക മുതലായിട്ടത് ചെയ്യുന്നില്ല. ആത്മന, തൻ്റെ രൂപത്തെ ദർശിപ്പിക്കുന്നവനായിട്ട്. ജഡോന്മത്ത പിശാചവൽ, യാതൊരു ചലനവും ഇല്ലാതെ, എവിടേക്കും നോക്കുകയും ചെയ്യാണ്ട് നിരകാത് പുറപ്പെട്ടു, പുറത്തേക്കാട് പോയി. യാതൊന്നും കേട്ട പോലെ നടിക്കാതെ ബ്രഹ്മത്തെ ഹൃദയത്തിൽ ധ്യാനിച്ച് പ്രാപിച്ചു. ന ആവർത്തേത ദർശയൻ ആത്മനോ രൂപം ജഡോന്മത്ത പിശാചവത്. ഒരു പിശാചിനെ പോലെ യാതൊന്നിലും ശ്രദ്ധയോ ഇല്ലാതെ, നോട്ടമോ ഒന്നും കേൾക്കുകയോ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാതെ തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ. പിശാച് എന്ന പോലെ എന്നർത്ഥം. ജഡോ ഉന്മത്തവത്. ദർശയൻ ആത്മനോ രൂപം, തൻ്റെ രൂപത്തെ കാണിച്ചുകൊണ്ട്. ദർശയൻ ആത്മനോ രൂപം, ദർശിക്കുന്നവനായിട്ട്. അവിടെ ഞാൻ നിഷേധമല്ല കേട്ടോ, നിഷേധമല്ല, പോസിറ്റീവാണ്. അതുകൊണ്ട് ദർശയൻ ന ആത്മനോ എന്ന് വായിക്കരുത്, ദർശയൻ ആത്മനോരൂപം തന്നെ വായിക്കണം. എന്നാന്ന് വെച്ചാൽ കാണിക്കാതെ എന്നാ വരിക, കാണിച്ചിട്ട് എന്നാണ് വരേണ്ടത്. ആത്മരൂപത്തെ കാണിച്ചിട്ട്. ശരീരം മുഴുവൻ കൃത്രിമമാണ്, നമ്മുടെ ആത്മാവാണ് സത്യം. അപ്പോൾ കൃത്രിമമായിട്ടുള്ള ശരീരത്തെ വിട്ട് യഥാർത്ഥ ആത്മാവിനെ ദർശയൻ, ന എന്നല്ല, ആ ദർശയൻ ആത്മനോ രൂപം. ചില ദിക്കിലൊക്കെ വായിക്കുമ്പോൾ സൂക്ഷിക്കാനുണ്ട്, അർത്ഥമേറെ വിപരീതവും. ദർശയൻ ആത്മനോ രൂപം എന്ന് പറഞ്ഞാൽ ആത്മരൂപം കാണിക്കാതെ എന്നാണ് വരിക. അവിടെ അന്നാന്ന് വായിക്കുകയും ചെയ്യേണ്ട, ദർശയൻ ആത്മനോ രൂപം. അങ്ങനെ തന്നെ വായിച്ചാലേ അവിടെ ശരിയാവട്ടു. ഊട്ടി വായിക്കുമ്പോൾ എങ്ങനെ വായിച്ചാലും കുഴപ്പമില്ല. ദർശയൻ ആത്മനോ രൂപം. ജഡോന്മത്ത പിശാചവൽ സർവേ തമനു നൃജമുദരകൃതനിശ്ചയാ കലിന അധർമ്മമിത്രേണ ദൃഷ്ടാ സ്പൃഷ്ടാ പ്രജാം ഭുവി. നിശ്ചയിക്കപ്പെട്ടതോടുകൂടി, കൃതനിശ്ചയ മനസ്സുറപ്പിച്ചിട്ട്, ഭ്രാതര സഹോദരന്മാർ, സർവേ എല്ലാവരും, നാലാളാണല്ലോ, അർജുന ഭീമ സഹദേവ നകുലന്മാർ, അധർമ്മമിത്രേണ അധർമ്മബന്ധുവായ കലിയാൽ ഭൂമി ബാധിക്കപ്പെട്ടു എന്ന് കണ്ടിട്ട്, കലിന ഭുവി പ്രജ പൃട്ട എന്ന് പറഞ്ഞാൽ കലി സ്പർശിച്ചതായിട്ട് കണ്ടിട്ട്, സ്പൃഷ്ട ആൾക്കാരെ കലി ബാധിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടിട്ട്, തം അവനെ അനുസരിച്ചു, നിർഗമിച്ചു. ഏട്ടനായിരിക്കുന്ന യുധിഷ്ഠിരനെ അവർ അനുഗമിച്ചു എന്നർത്ഥം. ആ കലിയെ ചില സ്ഥലത്ത് ഒതുക്കാൻ പോലും പരീക്ഷത്തിനെ സാധിച്ചുള്ളൂ. പക്ഷെ കലിയെ നിയന്ത്രിച്ചിട്ടുമില്ല, കലിയെ വധിച്ചിട്ടുമില്ല, സാധിക്കില്ല. കാരണം പരീക്ഷത്തിന് കലിക്ക് കലിയുടെ ധർമ്മം വേണം എന്ന് ആരാ പറഞ്ഞത്?
ഭഗവാൻ പറഞ്ഞതാണത്. ഈ കാലത്ത് നീ കുറച്ച് ആൾക്കാരെയെങ്കിലും ബാധിക്കണം. ആരെ പറ്റുകച്ചാൽ അവരെ, എല്ലാവരെയും പറ്റില്ല. അത് കലിക്ക് കൊടുത്ത ധർമ്മല്ലേ, ധർമ്മമില്ലാണ്ടേക്കുക എന്ന് പറയണത്. അപ്പം അത് ചെയ്യാതെ പറ്റുമോ? ഭഗവാന്റെ ശാസനം ചെയ്യണ്ടേ? അപ്പം ആ പരീക്ഷിത്താണ് കുറച്ച് നിയന്ത്രിക്കുകയെങ്കിലും ചെയ്യണത്. ചില ദിക്കിൽ നീ ഒതുങ്ങിക്കുക, കഥപ്പം വരാൻ പോകുന്നുണ്ട്. അപ്പം ഈ 4 ആളുകൾ എന്തേ കലിയെ ഒതുക്കാഞ്ഞ്? 4 ആളല്ലല്ലോ, 5 ആൾക്കാർ. പാണ്ഡവന്മാർ 5 ആൾക്കാരും കലിയെ ഒതുക്കാതെ പോയി. പരീക്ഷത്തിനാണ് ഒതുക്കാൻ സാധിച്ചത്. എന്തുകൊണ്ട് ഇവർ കലിയെ ഒതുക്കിയില്ല? അത് ഇവരുടെ ധർമ്മമല്ലേന്ന് ചോദിച്ചാൽ 2 കാരണം. ഒന്ന്, അവരുടെ സമയം കഴിഞ്ഞിരിക്കണു. ഈ ഭൂമിയിൽ അവർക്ക് ജീവിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. പിന്നെ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കണതെന്ന് അവർക്ക് എന്തിനാ അറിയണം? സമയം കഴിഞ്ഞവർ പോവുക, അതാണല്ലോ ചെയ്യേണ്ടത്. വണ്ടിയുടെ സമയമായ പിന്നെ ആരെങ്കിലും ഇവിടുത്തെ കാര്യം നോക്കും. അതേ, വണ്ടിയുടെ സമയമായിട്ടോ ഞാൻ ഇവിടെ ഓരോന്ന് പറഞ്ഞു നിന്നാൽ എൻ്റെ വണ്ടി പോകും, നമ്മൾ പോവല്ലേ ചെയ്യുക. ഇപ്പം ഇവിടെ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, ഞാൻ എന്താ പോണു. അപ്പോൾ സമയമായി, അതാണ് ഒരു കാര്യം. കലിയുഗത്തിൽ എപ്പോഴും മരിക്കണവരാണ് ഭാഗ്യവാന്മാരെന്നൊരു വേർഷനുണ്ട്. മഹാഭാരതത്തിൽ ശ്ലോകം തന്നെയുണ്ട്. എന്താണ് കലിയുടെ ലക്ഷണം എന്ന് ധർമ്മോത്തർ ആരോടോ ചോദിക്കുന്നുണ്ട്. ഒരാൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒരുപാട് ലക്ഷണങ്ങൾ. മറ്റു യുഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിർവീര്യ പൃഥിവി, ഒരു സാധനം ഭൂമിയിൽ ഉണ്ടാക്കിയുണ്ടാവില്ല. നിരൗഷധി രസ, ഒരു മരുന്നും വലിക്കില്ല. ആയുർവേദ മരുന്നൊക്കെ വലിക്കാത്ത ആയുർവേദത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, കള്ളത്തരം ഉണ്ട് മരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഔഷധങ്ങളിൽ കള്ളത്തരം കാട്ടുക. ഭാര്യ ഭർത്തൃ വിനോദിനി, എന്തേ ഭർത്താവ് പറഞ്ഞാൽ അതിനെതിരെ ഭാര്യ പറയുള്ളൂ. അവരിഷ്ടപ്പെടുന്ന കാര്യം കൂടി ഭർത്താവ് പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് പറയും. ഭാര്യ ഭർത്തൃ വിരോധിനി. പുത്രോ പിതൃദ്വേഷകോ, അച്ഛനെ എങ്ങനെയൊക്കെ എതിർക്കാൻ പറ്റുമെന്ന് മക്കൾ നോക്കുക. എന്നിട്ട് അവസാനം എന്താ പറയണത്? ആ കലിയുഗത്തിൽ മരിക്കണവരാണ് കേട്ടോ ഭാഗ്യവാന്മാർ. ആദ്യം പറഞ്ഞ് മരിക്കണവരാണ് ഭാഗ്യവാന്മാർ. അവരൊക്കെ മരിച്ചുപോയ മഹാഭാഗ്യമാണ് കലിയുഗത്തിൽ എന്നാണ്. അപ്പം അതനുസരിച്ചിട്ട് ഈ കലിയിൽ ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടാവാം പാണ്ഡവന്മാർ ലോകം വിട്ടു പോയത്. മഹാദുഷ്കരാവും ജീവിതം എന്നാണ്. ധർമ്മം ഉണ്ടാവില്ല. ധർമ്മം പറയണവർ ഒറ്റപ്പെടും. അവരെ മറ്റുള്ളവർക്ക് വിലയുണ്ടാവില്ല. ധനവും ബാഹ്യശക്തി മാത്രം നോക്കിയിട്ട് ഒരാളെ വിലയിരുത്തും. അവൻ മിടുക്കനാണ്. ആരെ തോൽപ്പിച്ചിട്ടായ എന്താ കാശുണ്ടാക്കുന്നുണ്ടെന്ന് പറയും. കിട്ടുക്കനാണ് കുടുംബം നോക്കാൻ. മണ്ടയിൽ മുളകരച്ചിട്ട് കാശുണ്ടാക്കിയാലും അവൻ മിടുക്കനാവും. അപ്പോൾ ധർമ്മത്തിനോ സദ്ഗുണങ്ങൾക്കോ വിലയുണ്ടാവില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. കലിന അധർമ്മമിത്രേണ, അധർമ്മങ്ങളുടെ കൂടെ കലിയുണ്ടാവും. അങ്ങനെ ലോകം വിടാൻ പാണ്ഡവർ തീരുമാനിച്ചു. തേ സാധുകൃത സർവാർത്ഥ ജ്ഞാത്വാ ആത്യന്തികമാത്മന മനസാ ധാരയാമാസുർ വൈകുണ്ഠ ചരണാംബുജം. പോവാൻ തീരുമാനിച്ചിട്ട് എന്തു ചെയ്തു? സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ പാദാംബുജത്തെ നല്ലപോലെ മനസ്സിൽ കണ്ടു. അതിനത്രേ ഭാഗ്യം വേണ്ടത്. ശരീരം ഇവിടുന്ന് വെടിയുമ്പോൾ ഈശ്വരസ്മരണ ഉണ്ടാവുക. സാധിക്കൊന്നുമില്ല. ഇപ്പൊക്കെ ഈശ്വരനെ വിചാരിച്ചവർക്ക് അടക്കം സാധിക്കില്ല. ആ സമയത്ത് ചിന്ത മാറും എന്നാണ്. പലർക്കും അങ്ങനെ കണ്ടിട്ടുണ്ട് അത്രേ. അതുവരെയൊക്കെ വലിയ ഭക്തനാവും. പക്ഷെ ആ സമയത്തും കൂടി അതിന് യോഗം തന്നെ വേണം. അജാമിളൻ അതുവരേക്ക് ഭക്തി ഇല്ലാതെ പോലും ആ സമയത്ത് ഭക്തി ഉണ്ടായിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഏതൊരാൾ ശരീരത്തെ വെടിയുന്നുണ്ടോ ആ സമയത്ത് മനസ്സ് ഈശ്വരങ്കൽ വരണം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവനിവിടെ ജീവിച്ചിട്ട് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല എന്നർത്ഥം. എന്ത് ഇവിടുന്ന് നേടിയില്ലെങ്കിലും അതന്നെയാണ് പരമലാഭം. അതാണ് ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. കൃഷ്ണ നാരായണ എന്ന് വിളിച്ചിട്ട് ഇവിടുന്നാണ് പോവാൻ തരാവുക. ജീവിക്കണേക്കാട്ടിലും ഭാഗ്യം വേണം മരിക്കാൻ എന്നാണ്. അവിടെ കിടന്നൊക്കെ തന്നെ അല്ലേ. ഓർമ്മ പോയാൽ പിന്നെ ഈശ്വരനെ ചിന്തിക്കാൻ പറ്റുമോ? വൈകുണ്ഠൻ്റെ പാദകമലത്തെ ജ്ഞാത്വ, അറിഞ്ഞിട്ട് മനസ്സിൽ ആ പാദത്തെ നല്ലപോലെ കണ്ടു. അതുവരെ ഉള്ളതൊക്കെ വിട്ടു എന്നാണ്. തദ്ധ്യാനോ ദിക്തയ ഭക്തിയാ വിശുദ്ധ ദിഷണാപരേ തസ്മിൻ നാരായണപദേ
ഏകാന്തമതയോ ഗതിം അവാപൃദ്വരവാപാം തേ അസദ്വിഷയാത്മബിവിദൂതകൽമഷാസ്ഥാനം വിരജേനാത്മനേവ ഹി തദ്ധ്യാനോദ്രിക്തയാ. അതിൻ്റെ ധ്യാനത്താൽ വർദ്ധിച്ചതായിട്ടുള്ള ഭക്തി കൊണ്ട് ഈശ്വരപാദങ്ങളെ നല്ലപോലെ സ്മരിച്ചാൽ ഭക്തി ഉണ്ടാവും ഇല്ലേ? ഭക്തി ഇല്ലാണ്ട് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല എന്നാണ്. തേ അവർ എല്ലാവിധ കൽമഷങ്ങളെയും കളഞ്ഞു, പരിശുദ്ധമായിട്ടുള്ള ബുദ്ധിയോടുകൂടി വിശുദ്ധ ദിഷണ എന്ന് പറഞ്ഞാൽ ബുദ്ധി വിശുദ്ധ ശുദ്ധ ബുദ്ധിയിൽ ആരോടും ശത്രുതയില്ല, സ്വാർത്ഥമില്ല, വേണ്ടാത്തൊരു ചിന്ത മനസ്സിലില്ല. എന്നിട്ടോ തസ്മിൻ നാരായണപദേ, ആ നാരായണപദത്തിൽ ഏത് ഭക്തി ഉണ്ടെങ്കിലും മരിക്കുമ്പോൾ ആ വിഷ്ണുവിനെ ചിന്തിച്ച് മരിക്കാൻ സാധിക്കണം എന്നാണ്. അല്ലാത്തവർക്ക് ഗതിയില്ല എന്നാണ് പറയണത്. എല്ലാ ഈശ്വരനും ഒന്ന് തന്നെയാണ്. സ്ത്രീ വ്യത്യാസം അടക്കമില്ല ഈശ്വരനെന്നാണ്. ദേവിയും ദേവനും വ്യത്യാസമില്ല, ശക്തി രണ്ടുമല്ല. എങ്കിലും ഈ ലോകത്തിൽ ചില കാര്യങ്ങൾക്ക് ചില സംഗതികളുണ്ട്. അതിൽ മരിക്കുമ്പോൾ വിഷ്ണു സ്വരൂപത്തെ ധ്യാനിക്കണം എന്ന് തന്നെയാണ് പറയണത്. ശിവനെ ധ്യാനിച്ച് മരിക്കുകയല്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പോലും വടക്കുനാഥ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് മരിച്ചു എന്നാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് ആ സഹസ്രനാമത്തിനെ വിഷ്ണുപരമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്തു. അതിനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ശൈവമായിട്ട് വ്യാഖ്യാനിക്കാം എന്നാണ്. കഴിവുണ്ടല്ലോ. സർവ ശിവസ്ഥാണുർ, ഇതൊക്കെ ശിവൻ്റെ പര്യായമാണ്. വേണമെങ്കിൽ ആ സഹസ്രനാമത്തിനെ ശിവപരമായിട്ട് അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാമായിരുന്നു എന്നാണ് പറയുന്നത് അറിവുള്ളവർ. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല, വൈഷ്ണവായിട്ട് തന്നെ വ്യാഖ്യാനിച്ചു. അപ്പം മരണസമയത്ത് വൈഷ്ണവ ചിന്ത തന്നെ വേണം. വിഷയങ്ങളിൽ മനസ്സോടുകൂടിയ അസത്തുക്കളിൽ ദുരവാപം പ്രാപിക്കാൻ കഴിയാത്തതും ദുഷ്ടചിന്ത ഉള്ളവർക്കൊരിക്കലും കിട്ടാത്ത മുക്തി, അവർക്ക് മുക്തി സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അവിടെ ഈ പാണ്ഡവർ എത്തിച്ചേർന്നു. വിദൂത കൽമഷാസ്ഥാനം, മനസ്സിലത്തെ കൽമഷങ്ങളെല്ലാം കളഞ്ഞ് ഗതിം പദവിയെ പ്രാപിച്ചു. എന്തിനാണ് ശരീരത്യാഗത്തിന് ഇത്ര അധികം പറഞ്ഞത്? ശരീരം ധരിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ പറഞ്ഞാൽ പോരെ, അത് പറഞ്ഞു കഴിഞ്ഞു. അതിനേക്കാൾ പ്രാധാന്യമുണ്ട് ശരീരം വെടിയുമ്പോഴത്തെ നമ്മുടെ അവസ്ഥ. അതുകൊണ്ടാണ് കൃഷ്ണത്വതീയ പദപങ്കജ പഞ്ചരാന്തം മദ്ദേപമേ വിശദോ മാനസരാജഹംസ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചത്. കൃഷ്ണ, ആ പാദപത്മത്തിൽ ഈ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മനസ്സുറപ്പിക്കണം. വയസ്സായിട്ട് പോരെ. പ്രാണപ്രയാണ സമയേ കഫവാതവിത്തൈ, വയസ്സായിട്ട് ജീവൻ പോകുമ്പോൾ തൊണ്ടയിൽ കഫ അടഞ്ഞ് കറകറാന്നുള്ള വലി വന്നാൽ, ചില മരണം അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കറകറാന്നുള്ള കഫത്തിൻ്റെ വലിയും കൊണ്ട് ഞാൻ എങ്ങനെ അങ്ങേ സ്മരിക്കുക? ആ മരണവെപ്രാളത്തിൽ അങ്ങേ സ്മരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് സർവേശ്വര, ഇപ്പം തന്നെ ആരോഗ്യവും ബുദ്ധി നേരെ നിൽക്കുമ്പോൾ ആ മനസ്സ് അങ്ങയിലാണ്ട് ഉറപ്പിക്കുക. ഭഗവത് പാദപത്മങ്ങളാകുന്ന ആ കൂട്ടിൽ എൻ്റെ മനസ്സാകുന്ന പക്ഷിയെ, ഹംസത്തെ പൂട്ടിയിട്ടിടണേ എന്ന് പറയും. പൂട്ടിയിട്ടാൽ പിന്നെ എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ പാദപത്മത്തിൽ എൻ്റെ മനസ്സിനെ ഞാൻ പൂട്ടിയിട്ടാൽ, ലോക്ക് ചെയ്തിട്ടാൽ മരണസമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാൻ സ്മരിച്ചോളൂല്ലോ. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ ആരോഗ്യവും ബുദ്ധിയും നേരെ നിൽക്കുമ്പോൾ അങ്ങയെ സ്മരിക്കാൻ എനിക്ക് സാധിക്കണം. വയ്യാണ്ടായിട്ട് ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ആവുമ്പോൾ വീട് തീക്കത്തിയിട്ട് കിണർ കുഴിക്കണ പോലെ ആവുന്ന ഒരു സുഭാഷിതത്തിൽ വീട് തീക്കത്തുമ്പോഴേ ഫയർ എഞ്ചിൻ വന്ന് നിൽക്കേണ്ട, അതായത് ഒരു മിനിറ്റ് സാറേ ഈ കിണറൊന്ന് കുഴിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ ശരീരം വെടിയുമ്പോൾ അല്ല ഭഗവാനെ സ്മരിക്കേണ്ടത്, ആരോഗ്യവും ബുദ്ധിയും നേരെ നിൽക്കുമ്പോഴാണ്. അതാണ് അങ്ങനത്തെവർക്ക് സാധ്യമല്ലാത്തതായ വിദൂത കൽമഷാസ്ഥാനം. ഒരിക്കലും കൽമഷത്തെ വിടാത്തവർക്ക് നേടാൻ കഴിയാത്ത, കൽമഷം കളയാത്തവർക്ക് സാധിക്കാത്ത പദവിയെ വിരചേന, രജസ്സിൻ്റെ വ്യാപനത്തോട് കൂടാത്തതായ, രജോ ഗുണമില്ല തമോ ഗുണമില്ല, ആത്മനാ ഏവ മനസ്സുകൊണ്ട് തന്നെ പ്രാപിച്ചു. മരിച്ചതിന് ശേഷം ഈശ്വരനെ പ്രാപിച്ചു എന്ന് പറഞ്ഞതാണ്. അതങ്ങനെ വിവരിച്ചു, അത്രയേ ഉള്ളൂ. അവാപൃ ദുരവാപാം തേ, പ്രാപിക്കാൻ പ്രയാസമുള്ള മുക്തി മാർഗത്തെ യുധിഷ്ഠിരനും പാണ്ഡവരും പ്രാപിച്ചു. ഏട്ടൻ പോയ അതേ വഴിക്ക് തന്നെ അനിയന്മാർ പോവുകയും ചെയ്തു. വിതുരോപി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മവാൻ കൃഷ്ണാവേശേന തച്ചിത്ത പിതബി സ്വക്ഷയം യോ
ആത്മവാനായിരിക്കുന്ന വിതുരൻ, വിതുരൻ്റെ വിശേഷണമാണ് ആത്മവാൻ, ആത്മാവിൽ തന്നെ നിൽക്കുന്നവൻ, പ്രപഞ്ചത്തെ ശരീരത്തെ ചിന്തിക്കാത്തവൻ. വിതുരരും കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്ത നിമിത്തം കൃഷ്ണാവേശേന, കൃഷ്ണനിൽ ആവേശിച്ചിട്ട്, തച്ചിത്ത അവനിൽ ഉറച്ച മനസ്സോടു കൂടിയവനായിട്ട്, പ്രഭാസ തീർത്ഥത്തിൽ ദേഹം ഉപേക്ഷിച്ചു. ദേഹം പരിത്യജ്യ, പ്രഭാസേ ദേഹം പരിത്യജ്യ, പ്രഭാസേ ദേഹം പരിത്യജ്യ, ആ പ്രഭാത തീർത്ഥത്തിൽ തൻ്റെ ദേഹത്തെ പരിത്യജിച്ചു വിതുരൻ. വിതുരോപി പരിത്യജ്യ പ്രഭാസേ ദേഹമാത്മവാൻ, കൃഷ്ണാവേശേന ചിത്തം പിതൃഭി സ്വക്ഷയം ദയോ, പിതൃക്കളോട് കൂടിയിട്ട് തൻ്റെ സ്ഥാനത്തെ പ്രാപിച്ചു. ഈ ദ്രൗപദിയുടെ കാര്യം പറയുന്നു അടുത്ത ശ്ലോകം 50. ദ്രൗപദീജ തദാജ്ഞായ പതീനാം അനപേക്ഷതാം വാസുദേവേ ഭഗവതി ഏകാന്തം മതി അവാപതം. ദ്രൗപദി ഇതെല്ലാം കണ്ട് ഭഗവാനാകുന്ന വാസുദേവനിൽ തൻ്റെ മനസ്സിനെ ലയിപ്പിച്ചു. ഭർത്താവ് പോയിട്ടുള്ള അതേ വഴിക്ക് തന്നെ ദ്രൗപദിയും പോയി. പതീനാം അനപേക്ഷതാം, ഭർത്താക്കന്മാരുടെ ആ വഴിയെ അനുസരിച്ച് മുക്തിയെ പ്രാപിച്ചു. യശ്ചേതത് ഭഗവത് പ്രിയാണാം പാണ്ഡവസുതാനാം ഇതി സംപ്രയാണം ശൃണോത്യലം സ്വസ്ഥേനം പവിത്രം ലബ്ധ്വാഹരോ ഭക്തിമുപേതി സിദ്ധിം. എന്തിനാ ഇപ്പോൾ ഇവരുടെ ഈ ദേഹത്യാഗത്തെ എത്ര വിസ്തരിച്ചത്? ചോദ്യം വരാലോ. അവരാണ് പോയി ദേഹം ഉപേക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല, അത് കേട്ടാൽ തന്നെ നമുക്ക് മുക്തി ഉണ്ടാവും. ആ ഗതിയെ നമുക്ക് അവലംബിക്കാം, അവിടേക്ക് നമുക്ക് എത്താം. ആണ് ഏത് ഭഗവത്പ്രിയാണ്. ഏത് കഥ കേട്ടാലും അതുകൊണ്ട് നമുക്ക് ശ്രേയസ് ഉണ്ടാവും. ശ്രേയസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച കാര്യങ്ങളല്ല, അത് പ്രേയസ്സാണ്. ധനധാന്യ വർധനവ്, അധികാരം, സൗന്ദര്യം, ഇതൊക്കെ പ്രേയസ്സാണ്. പ്രേയസ് ഉണ്ടാവുന്ന ഒരു ഫലശ്രുതി എവിടെയും പറഞ്ഞിട്ടില്ല. ശ്രേയസ്സാണ് ഉണ്ടാവുക. അതെന്താ? അത് മനസ്സിൻ്റെ അവസ്ഥയാണ്, മനസ്സിൻ്റെ അവസ്ഥയാണ്. ഏത് ഈശ്വരകഥ കേട്ടാലും യഥാർത്ഥ ഫലം ശ്രേയസ്സാണ്, മനസ്സിന് സുഖം കിട്ടുക. അതില്ലാണ്ട് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതാണ് ദാരിദ്ര്യത്തിലും സുചേരൻ ആനന്ദം കണ്ടെത്തി, സമൃദ്ധിയിൽ അംബരീഷൻ സുഖം കണ്ടെത്തി. രണ്ടു കൂട്ടരും ഒരവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതൊന്നും വിഷയമല്ല. ആ രോഗാവസ്ഥയിലും ഭട്ടേരി ഭഗവാനെ ഭജിച്ചു. അപ്പം മനസ്സിൻ്റെ അവസ്ഥയാണ് ശ്രേയസ്. പാണ്ഡവ സുതാനാം ഇതി സംപ്രയാണം, പാണ്ഡവപുത്രന്മാരുടെ ഈ പ്രയാണം കേൾക്കുന്നവർക്ക് ഭക്തി ഉണ്ടാവും, മംഗളം ഉണ്ടാവും, മനസ്സുഖം ഉണ്ടാവും എന്ന് ചുരുക്കം. എല്ലാ കഥയും അങ്ങനെയാണ് ഫലശ്രുതി, മനസ്സുഖം കിട്ടുക. അല്ലാതെ ലോകസുഖം കിട്ടുന്ന ഫലശ്രുതി പറഞ്ഞിട്ടില്ല. സ്വസ്ഥേനം എന്ന് പറഞ്ഞാൽ സുഖം, ശുഭം, മംഗളം, പവിത്രം, മുക്തിയും ഭക്തിയും ഉണ്ടാവും. അതിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഭാഗവതം തന്നെ. ഞാൻ പാരായണം നമുക്ക് അടുത്ത ഭാഗത്താവാം. 33 മിനിറ്റായി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.